ആയുധം ഉണ്ടാക്കാൻ പോയത് പിണറായിയുള്ള ഒരു സ്ഥലത്ത് ഒരു കൊല്ലനാണ്, ഒരു നാടൻ കൊല്ലനാണ്. ഇതിൻ്റെ എക്സ്പേർട്ടാണെന്ന് മാത്രമല്ല ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്. ഇവനുണ്ടാക്കി കൊടുക്കുന്ന ഏത് കത്തിക്ക് ഇവൻ സീൽ വെക്കും. മരിച്ചവൻ്റെ ബോഡിക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവൻ്റെ ഈ കഴുത്തിനുള്ള മുറിവും അതോടുകൂടി തന്നെ ഇവൻ്റെ ലിംഗത്തിനും മുറിവുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു ഏതോ മുസ്ലിം പെൺകുട്ടിയായിട്ട് ഇതിന് പ്രണയമുണ്ട്, അപ്പോൾ അവർ ചെയ്താണ് ലിംഗം മുറിച്ചതുകൊണ്ട്. ഈ സഞ്ജു ബിബിഷോട് പറഞ്ഞു നമുക്ക് ഇന്ന് ആട ആഘോഷിക്കാം. ആടെ അടുത്ത ആത്മാർത്ഥ മിത്രമല്ലേ ഈ പറഞ്ഞ പോലെ ഈ ഹോമോസെക്ഷലായിട്ടുള്ള ബന്ധമല്ലേ. അവിടെയുള്ള അത്ഭുതം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ടൈലറാണ്, പക്ഷെ അവൻ ഈ കേസിന് വേണ്ടി ജനിച്ച പോലെ ഇപ്പം അവൻ പാവപ്പെട്ടവനാണെങ്കിലും ലഡ്ജറി മെയിൻറ്റെയിൻ ചെയ്തത് പക്കയാണ്. ഇൻട്രോഗേഷൻ ഭയങ്കര ആർട്ടാണ്. ഈ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർട്ടാണ്. അതിപ്പോൾ കേരള പോലീസ് നിന്ന് പോയി എന്നാണ് എനിക്ക് തോന്നി. സയൻസ് വന്നതോടുകൂടി ഇൻട്രോഗേഷൻ ഇല്ല. പ്രതിയെ പിടികൂടുമ്പോഴാണ് ഒരു അന്വേഷണം പൂർത്തിയാകുന്നത്. അപ്പോൾ സാറിൻ്റെ കരിയറിൽ അത്തരത്തിൽ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേതെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന കേസുകൾ ഏതുണ്ട്? ഞാൻ തലശ്ശേരിയിലുണ്ടാകുമ്പോഴാണ് പ്രമാദമായൊരു കേസ്. അത് വളരെ വിചിത്രമായൊരു കേസാണ്. അതിന് പൊളിറ്റിക്സ് ഒന്നുമില്ല, പക്ഷേ പൊളിറ്റിക്സ് അവസാനം ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഒരു പൊളിറ്റിക്സ് ഒന്നും സാധ്യതയില്ലാത്തൊരു കേസാണെങ്കിൽ പോലും അത് കൃത്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പൊളിറ്റിക്സ് ആയില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ ആ സ്ഥാനത്ത് ആരും ഇല്ലെങ്കിൽ അത് പൊളിറ്റിക്സും കൂടി കയറി നാശകോശമായേനെ. പക്ഷേ അവസാന കേസ് പൂർത്തിയാകുമ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടെന്ന് മനസ്സിലായത്. അത് കേസ് എന്താ വെച്ചാൽ നമ്മുടെ കുണ്ടൂർമല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എന്ന് പറയുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് അവിടെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതായത് തലശ്ശേരിയിൽ നിന്ന് നമ്മളെ പെരുന്താറ്റൽ വഴി അതിൽ പോയാൽ കതിരൂരിൽ പോകുന്ന ഏരിയയാണ്. ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പുറകെ വിശാലമായ കശുമാവും തോട്ടമാണ്. വിശാലം എന്ന് പറഞ്ഞാൽ ഒരു 100 ഏക്കർ കണക്കിനുള്ള കശുമാവും തോട്ടമാണ്. അപ്പോൾ അവിടെ വെള്ളം ഒഴുകുന്ന തോടുകളും ഇതൊക്കെ ഉള്ളൊരു ഏരിയയാണ്, വിജനമാണ്. അതിലൊന്നും അവിടെ താമസമില്ല. ഈ എഞ്ചിനീയറിംഗ് കോളേജ് സൈഡിലുണ്ടെന്നല്ലാതെ അതിൻ്റെ പുറകിൽ ആൾതാമസമൊന്നുമില്ല. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ പല വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് ആസ്വദിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ മദ്യം ആസ്വദിക്കാൻ ഒരു കമ്പനി കൂടുന്നവരൊക്കെ വന്ന് രാത്രി കാലങ്ങളിലൊക്കെ വരാറുണ്ട്. അങ്ങനെ പോയി അവിടെ തമ്പടിച്ചിട്ട് തിരിച്ചു പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അന്ന് ഈ ഇരിട്ടിയിൽ പ്രധാനമന്ത്രി വരുന്ന വെച്ചാണ് മൻമോഹൻ സിംഗ് വരുന്നത്. അപ്പോൾ ജില്ലയിലെ മൊത്തം ഉദ്യോഗസ്ഥൻ VIP ഡ്യൂട്ടിയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇരിട്ടിയിലേക്ക് വിളിച്ചിരുന്നു. അവിടെ വെള്ളിയാമ്പറമ്പ് വലിയൊരു ഗ്രൗണ്ടിൽ സ്റ്റേജൊക്കെ ആയി. അപ്പോൾ VIP ഡ്യൂട്ടിയായിട്ട് എല്ലാവരും ഇരിട്ടി സ്റ്റേഷൻ പരിധിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ തലശ്ശേരി CI ആണ്. അങ്ങനെ രാവിലെ പോയി ഡ്യൂട്ടിക്ക് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വന്നു സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്നു, സാർ ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ കുണ്ടൂർമല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പുറകിൽ ഒരാൾ ഒരു കുഴിയിൽ കഴുത്തറുത്ത നിലയിൽ കാണുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ തന്നെ സ്റ്റേഷൻ്റെ പറഞ്ഞു നിങ്ങളവിടെ പോയിട്ട് അതിന് ഒരു സീൻ ഗാർഡ് ചുറ്റുപാടും പോലീസുകാരെയൊക്കെ ഒന്ന് പോലീസ് എല്ലാവരും VIP ഡ്യൂട്ടിക്കായിരുന്നു. എന്നാൽ പോലീസുകാരെ കൊണ്ട് അവിടെ ഒരു സീൻ ഗാർഡൊക്കെ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ആക്കി ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ SP പറഞ്ഞു, സാർ ഇങ്ങനെ സംഭവമുണ്ട്, അതൊരു വിജനമായ പ്രദേശമാണ്, അപ്പോൾ അവിടെ അതിന് നടപടി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ മൃഗങ്ങളൊക്കെ വന്നിട്ട് അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ SP പറഞ്ഞു ശരി നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്ക്വാഡുണ്ട്, എനിക്കൊരു സ്ക്വാഡ് ഉണ്ടാവും. അതൊരു സർക്കിൾ ഇൻസ്പെക്ടറും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നല്ല ഈ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ പോലീസിൽ തിരഞ്ഞെടുക്കും. അങ്ങനെ ആ ഗ്രൂപ്പിനോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഞങ്ങളും കൂടി തിരിച്ചു പോന്നു. തിരിച്ചു പോയിട്ട് നേരെ ഞങ്ങൾ പോലീസുകാർ അപ്പോഴേക്ക് ആ നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നു, ചുറ്റുമുള്ള നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ അവർ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഞാൻ നേരെ കുണ്ടൂർമല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. അവിടെ നിന്ന് ഇരിട്ടിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് പോലീസും ഈ അറിയുന്ന നാട്ടുകാരും ഒക്കെ ആ സ്ഥലം കാണിച്ചു തന്നു. പക്ഷെ ആളെ തിരിച്ചറിഞ്ഞില്ല. ഒരു പയ്യനാണ്, ഒരു വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-25 വയസ്സുള്ളൊരു പയ്യനാണ്. അത് വളരെ വിചിത്രമായ രീതിയിലായിരുന്നു. ഇത് ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ കുറച്ച് ആഴമുണ്ട്, വെള്ളക്കുഴിയാണ്. വെള്ളമൊന്നുമില്ല, അപ്പോൾ മഴക്കാലമല്ല, അപ്പോൾ ആ കുഴിയുണ്ട്. അപ്പോൾ അതിൽ കുറേ കുറ്റിക്കാടുകളും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് താഴോട്ട്
വെള്ളം ഒഴുകി പോകാനുള്ള തോടാണ്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ കണ്ടത് ഈ ഒരു കുറ്റിക്കാടിന് ഇങ്ങനെ കൈ പിറകിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരാൾ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഈ ഒരു മരത്തിൻ്റെ ഒരു കമ്പ് പിടിച്ചിട്ട് അവിടെ കിടക്കുക നിൽക്കുകയാണ്. പക്ഷേ അവൻ്റെ ശരീരം ഇങ്ങനെയാണ്, ഒരു 4 കാലിൽ നിൽക്കും പോലെയാണ്. ബാക്കോട്ട് ചന്തി, പിറകോട്ട് നമ്മുടെ പൃഷ്ഠഭാഗം പിറകോട്ട് തള്ളിയിട്ട്, പക്ഷേ ജീൻസ് താത്തിട്ടുണ്ട്, ജീൻസും അണ്ടർവെയറും താത്ത് വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോഗ് നിൽക്കും പോലെയാണ് ഉള്ളത്, അല്ലെങ്കിൽ പശു നിൽക്കും പോലെയാണ് ഉള്ളത്, മുമ്പോട്ട് ഇങ്ങനെയൊക്കെ ഇട്ട്. പക്ഷേ ഇവിടെ ഭീകരമായിട്ട് രക്തം ചാടി ഇങ്ങനെ മുമ്പിലൊക്കെ തെറിച്ച് കിടക്കുന്നുണ്ട്. തൊള്ളോളം അങ്ങോളം വളരെ ദൂരത്തോളം തെറിച്ച് കിടക്കുന്നു. അങ്ങനെ ഒഴുകിയ ഒരു അതുപോലെ തന്നെ സമയം ഇങ്ങനെ രാത്രിയായി കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ജനറേറ്റർ കൊണ്ടച്ച് നോക്കുവാണ്. അപ്പോൾ അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് രാത്രി ബുദ്ധിമുട്ടാണ്. അപ്പോൾ മതിയായ ലൈറ്റ് നമ്മൾ ഈ ജനറേറ്ററിലും വെച്ച് ലൈറ്റിലൊക്കെ നമ്മളൊരു പ്രാഥമികമായ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഒരു ബാഗുണ്ട്, അതുപോലെ തന്നെ പിന്നെ കയർ, ചൂടിക്കയറുണ്ട്, അതിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് സഞ്ചിയിലിട്ടിട്ട് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ പുറത്തുമുണ്ട്. അപ്പോൾ മതിയായ നമ്മൾ ജനറേറ്റർ വെച്ച് ലൈറ്റുകളിലും നോക്കി ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി ഈ ബോഡി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ നിന്ന് തലശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് അന്വേഷിച്ചത് ആരാണെന്ന് അപ്പം തന്നെ ശ്രമം നടത്തി. അപ്പോൾ അപ്പോൾ പല നാട്ടിൽ നിന്ന് ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പുറത്ത് അതിൻ്റെ താഴെ കുന്നിൻ്റെ ചെരുവിൻ്റെ താഴത്തുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓരോരാളെ വരാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഒരു നാട്ടിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു, ഇത് കണ്ടിട്ട് നമ്മളെ ഇന്നാളാണെന്ന്, ഇത് ഇന്നാളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരെ വീട്ടിൽ പോയി അവരെ ബന്ധുക്കളെ വരാൻ പറഞ്ഞു. അവർ ബന്ധുക്കളെല്ലാം വന്ന് നോക്കിയിട്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു, ശരിയാണ് ആ വീട്ടിലെ പയ്യനാണെന്ന്. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ നമുക്കൊരു പ്രാഥമികമായിട്ട് ആളെ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു പ്രാഥമികമായ കാര്യം മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ആ കേസ് പിറ്റേന്ന് വിശദമായിട്ട് ഇൻക്വസ്റ്റ് നടത്തി. പിന്നെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നല്ല ഏകദേശം കഴുത്തറ്റ പോലെ തന്നെ നല്ല ഇതാണ്. അപ്പോൾ വലിയ ഇത് ഇവിടെ തന്നെ ഏകദേശം പുറകിലോട്ട്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ്റെ കണ്ണും കെട്ടിയിരുന്നു, കണ്ണും ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്, കൈയും കെട്ടിയിട്ടുണ്ട്, കണ്ണും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്നും കാണാനും പറ്റില്ല, ആ അവസ്ഥയിൽ മുമ്പോട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭയങ്കര ഒരു വൈചിത്രം ഉണ്ട്, വിചിത്രമായൊരു കാര്യങ്ങൾ കാണപ്പെട്ട സാഹചര്യത്തിലൊരു ഭയങ്കര വിചിത്രം ആയ സംഗതിയാണ്. കണ്ണ് കാണില്ല, കെട്ടിയിരിക്കുന്നു, കൈ കെട്ടിയിരിക്കുന്നു, ബാക്കിൽ ജീൻസ് താഴ്ത്തി വെച്ച്, അണ്ടർവെയറും താഴ്ത്തി വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മരിച്ച അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതെല്ലാം ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തി, മുറിവെല്ലാം രേഖപ്പെടുത്തി, ശരീരത്തിലുള്ള മുഴുവൻ കൂടി പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്കുള്ള കണ്ണൂർ മെഡിക്കൽ കോളേജ്. അവിടുത്തെ ഫോറൻസിക് വിദഗ്ധൻ വളരെ സീനിയറാണ്, വളരെ നല്ലൊരു ഡോക്ടറാണ്. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജ് ബോഡി കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടത്തി. ബോഡി ഡോക്ടർക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വിട്ടുകൊടുത്തു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ കൂടെ തന്നെ ഞാൻ നിന്നു, അതൊരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ആണ് കാര്യം മുമ്പോട്ട് പോയത്. ഈ കേസിലേക്ക് പിന്നെ വിജനമായ പ്രദേശമാണ്, ആര് ഐ വിറ്റ്നസിന് ഒരു സാക്ഷിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടി. കാരണം പിന്നെ അതിലാകെ നമ്മൾക്ക് ഉണ്ടാക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം നല്ലൊരു കുന്നാണ്. 4 ഭാഗത്തേക്കും ഒരു ഇടവഴിയുണ്ട്, ഒരു താഴോട്ടൊരു ഇടവഴിയുണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു ഇടവഴിയുണ്ട്. ഇങ്ങനെ നടന്നു പോകുന്ന ആളുകൾ നടന്ന് പോകുന്ന ഏരിയ വഴിയുണ്ട്. പിന്നെ പോലീസും ഫിംഗർ പ്രിൻ്റൊക്കെ മറ്റേ നമ്മളെ സയൻറ്റിഫിക് എക്സ്പേർട്സൊക്കെ തളർന്ന് പോലീസ് നായയും സ്ഥലത്ത് വന്നു. അവിടെ ഒരു ഭയങ്കര ഒരു ഡൈവേർഷൻ വന്നു. ഈ പോലീസ് നായ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ സംഭവ സ്ഥലത്ത് നിന്നും നേരെ മണപ്പിച്ചിട്ട് അതിൽ പോയി ഒരു ഭാഗത്തേക്ക് പോയി, കുറേ മുമ്പോട്ട് പോയി, അവിടെ നിന്നു തിരിച്ചു വന്നു. ആ പോക്ക് ആ കേസിലേക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി, വലിയൊരു പ്രശ്നം. അപ്പം ആളുകൾ എല്ലാം എപ്പോഴും ഈ നായ്ക്കളെ സ്നേഹിക്കുന്നവരാണല്ലോ നല്ല ശതമാനം. പിന്നെ പോലീസ് നായ എന്ന് പറഞ്ഞാൽ നോക്കാൻ. അപ്പോൾ വലിയ ആളുകൾ ഇതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ആളുകൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവർ ആ നായ നിന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ആളുകൾ ഇവിടം വരെ വന്നു. അപ്പോൾ ഇവിടെയുള്ള ആരാന്ന് അവർ നാട്ടുകാർക്ക് പലതും പറയാം.
അങ്ങനെ തിരിച്ചു പോന്നു. അവിടെ വലിയൊരു ഒരു അനിശ്ചിതത്വം ആ ഒരു ഭാഗത്തുണ്ട്. അത് ഞാൻ പറഞ്ഞു വരാം. ഈ അവിടുന്ന് നായി തിരിച്ച് വന്നിട്ട് നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവൻ്റെ വീട് ഒന്ന് പരിശോധിക്കാൻ പോയി. ഈ മരണപ്പെട്ട വീട് പരിശോധിക്കാൻ പോയി. മരണപ്പെട്ട വീട് പരിശോധിക്കാൻ പോയിട്ടാകുമ്പോൾ എല്ലാം പരിശോധിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഇതെടുത്തു. അവൻ്റെ ബുക്കുകൾ, അവൻ പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അവന് പഠിക്കുന്ന ഒരുത്തനായിരുന്നു. ആ വീട്ടിലെ അവൻ്റെ ബുക്കെല്ലാം എടുത്തു. അവിടെയുള്ള എല്ലാം അവൻ്റെ ഷർട്ട് മുണ്ടെല്ലാം പരിശോധിച്ചു. റൂമിലെ അവൻ വെക്കുന്ന മേശകളെല്ലാം പരിശോധിച്ചു. അങ്ങനെ ഒരു ബുക്കിൽ നിന്ന് ഒരു ലവ് ലെറ്റർ കിട്ടി, പ്രണയലേഖനം കിട്ടി. ആ പ്രണയലേഖനം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രണയലേഖനം എത്തിയിരിക്കുന്നത് നായ് ചെന്ന സ്ഥലത്തുള്ള അപ്പുറത്തെ വീട്ടിലാണ്. അതായത് പ്രണയലേഖനത്തിൽ പറയുന്ന ഈ പെൺകുട്ടി ഞാൻ അവരിഷ്ടമാണെന്നും അങ്ങനെ അവിടെ ആ പെൺകുട്ടീൻ്റെ വീട്ടിൻ്റെ അടുത്തേക്കാണ് നായ് പോയി നിന്നത്. അത് ജനങ്ങളറിഞ്ഞു, വലിയ പ്രശ്നമായി. അപ്പോൾ അവിടെ ഈ മരണപ്പെട്ട സ്ഥലത്ത് ഒരുപാട് കയറുകളുണ്ട്, അതിന് സിമെൻറ്റിൻ്റെ പാടുണ്ട്. ഈ അതിന് കയറ് കെട്ടിയ കയറിന് സിമെൻറ്റിൻ്റെ പാടുകളുണ്ട്. ആ സിമെൻറ്റ് പാടുകൾ നോക്കുമ്പോൾ ആ വീട്ടിൽ ഈ പെൺകുട്ടി അച്ഛൻ ഒരു സിമെൻറ്റ് തൊഴിലാളിയാണ്. അപ്പോൾ ഈ കയറിന് സിമെൻറ്റ് പാടുമുണ്ട്. അപ്പോൾ പെട്ടെന്നത് ഒരു കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. ആളുകൾ തന്നെ വിചാരിച്ചു ഇത് കാര്യമുണ്ട്. അപ്പോൾ റീസൺ വളരെ പെട്ടെന്നായി. അന്നത്തെ കാലമല്ലേ, ഈ പ്രണയം എന്നെല്ലാം പറഞ്ഞാൽ അടുപ്പിക്കാതെ. അപ്പോൾ ഈ പ്രണയലേഖനം വെച്ചിട്ട് അപ്പോൾ ആ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാകുമ്പോൾ അപ്പോൾ ആരോ പറഞ്ഞു, ശരിയാണ്, ഇവൻ ഇങ്ങനെ ഉത്സവ സ്ഥലത്തുള്ള ഈ പെൺകുട്ടികൾ ഇങ്ങനെ കണ്ട് സംസാരിക്കുന്നതിൽ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പിന്നെ ആളുകൾ ആ നിയമത്തെ പെട്ടെന്ന് കെടുത്തിയാടി. അതാണ് നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെടും. അവരെ ഞാനെന്താക്കി അപ്പോൾ ഞാനെന്താക്കി അയാളുടെ ഭാര്യയും ഈ പെൺകുട്ടിയും സ്റ്റേഷനിൽ കൊണ്ടാക്കി. ഞാൻ പറഞ്ഞ അനുവാദത്തോടെ നിങ്ങൾ സ്റ്റേഷനിലിരിക്കുക, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രണയമുള്ളത് അച്ഛനറിയാം. അപ്പോൾ അതിലൊന്നും അച്ഛനറിയാം. അപ്പോൾ മൊഴിയെടുത്തിന്. പക്ഷേ ഈ സംഭവമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധമില്ല എന്നയാൾ മൊഴി തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സറിവ് പോലും ഇല്ല. പക്ഷെ നാട്ടിലാണ് സംഭവം രണ്ടായി. ഒന്ന് നായി പോയി ആ വീട്ടിൻ്റെ അടുത്ത് നിന്നു, രണ്ട് പ്രണയലേഖനം കിട്ടി. അപ്പോൾ ആളുകളത് ഒരൊറ്റ അസ്യൂം ചെയ്തു. എനിക്കങ്ങ് ഭാരിച്ച ഉത്തരവാദിത്തമായി. അപ്പം മോളിന്ന് മേലുദ്യോഗസ്ഥന്മാരും വിളിക്കാൻ തുടങ്ങി. ആ പ്രതിയായല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ച് ഇവരെ സമാധാനിപ്പിക്കും വേണമല്ലോ, എന്തെങ്കിലും കടുങ്കൈ ചെയ്തെങ്കിലും ബുദ്ധിമുട്ടല്ലേ. ഞാനിങ്ങനെ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നമ്മൾക്കിത് നല്ല അന്വേഷണം നടത്തണം, മുമ്പോട്ട് പോകണം, സത്യം അറിഞ്ഞാൽ ഞങ്ങളെ അങ്ങനെ പേടിക്കാനും വേണ്ട, നമ്മൾ സത്യത്തിൻ്റെ വഴിക്ക് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല, അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ അങ്ങനെ പറഞ്ഞ് അവരെ പിന്നെ സ്റ്റേഷൻ തന്നെ 2-3 ദിവസം ഇരുത്തേണ്ടി വന്നു. നല്ല ഭക്ഷണം വാങ്ങിച്ച് എന്നെ കിടക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അറസ്റ്റല്ല, എന്നാൽ അവരെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ജനങ്ങൾ ആകെ റെഡിയായി നിന്നിരിക്കുക, ഉറപ്പിച്ചിരിക്കുക. മേലുദ്യോഗസ്ഥനും പറയാൻ തുടങ്ങി, ആയല്ലോ പിന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പ്രശ്നം എന്നറിയോ, കോഴിക്കോടുന്ന് ഈ മരിച്ചവൻ്റെ വീട്ടിലേക്ക്, അതാണ് വേറൊരു വലിയൊരു ഡൈവേർഷൻ വന്നു. ഈ തേജസ് പത്രം വീക്കിലി, അന്ന് തേജസ്സിന് വീക്കിലിയൊക്കെ ഉണ്ട്, PFIൻ്റെ, ഇതിങ്ങനെ വരാൻ തുടങ്ങി. ഈ മരണപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അവൻ്റെ വീട്ടിൽ ഇല്ല. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇവൻ്റെ ബോഡിക്ക് മരിച്ചവൻ്റെ ബോഡിക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവൻ്റെ ഈ കഴുത്തിനുള്ള മുറിവും അതോടുകൂടെ തന്നെ ഇവൻ്റെ ലിംഗത്തിന് മുറിവുണ്ട്. അവൻ്റെ ലിംഗത്തിന് കാര്യമായ മുറിവുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, ഏതോ മുസ്ലിം പെൺകുട്ടിയായിട്ട് ഇവന് പ്രണയമുണ്ട്, അപ്പോൾ അവർ ചെയ്താണ് ലിംഗം മുറിച്ചത് കൊണ്ട് ആ വിധത്തിലേക്ക് ഡൈവേർട്ട്. അപ്പോഴാണ് തേജസിൻ്റെ ഇവൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ ഒരു അപ്പോൾ പിന്നെ അങ്ങനെ ഡൈവേർട്ടായി, ശരിക്കൊരു വർഗീയതയിലേക്ക് അത് വന്നു. അതായത് ഇത് മുസ്ലിം
ഗ്രൂപ്പ് ഈ ചെയ്തു. സിമെന്റ് പണിക്കാരനല്ല, മറിച്ച് അങ്ങനെ ഒരു വേറൊരു കഥ വരാൻ തുടങ്ങി. പക്ഷേ ഇതോടെ ഉണ്ട്, കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയും വരാൻ തുടങ്ങി. പിന്നീട് മനസ്സിലായത് പ്രതി ചെയ്ത പണിയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് വന്നു. ആദ്യം അത് വന്നു, പ്രതിയായെന്ന് ഉറപ്പിച്ചാണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ വിവരം കിട്ടാൻ തുടങ്ങി. അത് നാട്ടുകാരങ്ങനെ അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ വന്നു, തേജസിൻ്റെ കോപ്പികൾ ഇവൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഏതോ മതസംഘടനകൾക്ക് ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെയുള്ളവർ അതും വന്നു. ആ ഭാഗവും പിന്നെ പരിശോധിക്കേണ്ടത്. എന്നാൽ ലിംഗത്തിന് മുറിവുണ്ട്, ശരിയാണ്. അപ്പോൾ ആ 2 സ്റ്റോറി അവിടെ വന്നു. പക്ഷേ അത് പടന്ന് പന്തലിച്ച്. അപ്പോൾ ഞങ്ങൾ എന്നാൽ അപ്പോൾ നോക്കി അങ്ങനെ ഏതെങ്കിലും വീടുകളിൽ ഇവന് പ്രണയമുണ്ടോ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആ ഭാഗം അന്വേഷിച്ച് പോയിട്ടാകുമ്പോൾ ഇയാൾ ഈ കുട്ടി, ഈ മരണപ്പെട്ട ആൾ ഒരു കപ്പലുകാരൻ്റെ അവൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമായിരുന്നു. കപ്പലിൽ ജോലിയുള്ള അതൊരു മുസ്ലിം യുവാവാണ്. അയാളെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ പല പ്രാവശ്യം അവിടെ പോയി ബാഡ്മിൻ്റൺ കളിച്ചു എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ആ വേളത്തേക്ക്, അപ്പോൾ അതൊരു മുസ്ലിം കുടുംബമാണ്. അയാളെക്കുറിച്ച് അന്വേഷിച്ചു. അയാളെയും ഇങ്ങനെ, അതിൻ്റെ ബുദ്ധിമുട്ട് ഇതാണ്, ഇവരൊക്കെ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുവരണമല്ലോ. കൊണ്ടുവന്നതാണ് നമുക്ക് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളും അതിലുള്ളത്. അയാളെയും കൊണ്ടുവന്ന് മൊഴിയെടുത്തു. ഇങ്ങനെ വന്നു. അപ്പോഴാണ് നമ്മളെ പരിഹാരത്തുള്ള നമ്മളെ ഫോറൻസിക് മെഡിസിൻ എക്സ്പേർട്ട് വിളിച്ചു പറഞ്ഞു, സുകുമാര ഒരു കാര്യം കൂടെ പരിശോധിക്കണം. അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിഷയമായിരുന്നില്ല. ഇയാളുടെ ആനസിൽ കുറച്ച് ഒരവുകളുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അതൊന്ന് പരിശോധിച്ചു എന്ന് പറഞ്ഞു. അതെനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, എനിക്കേ പറ്റൂ. അത് കാലൊക്കെ ഇങ്ങനെ അകത്തി വെച്ച് നോക്കണം. അത് എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റില്ല. അത് ഞനക്കൊരു ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയല്ല, അതിന് പരിധിയില്ലേ. അങ്ങനെ ആനസിൻ്റെ വരവെന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ അറിഞ്ഞാണ്. പോസ്റ്റ്മോർട്ടം ഡോക്ടർ നമ്മളെ വിളിച്ചറിയിച്ചാണ് ആ ഭാഗം ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇയാളും പത്രത്തിലൂടെ സംഭവമൊക്കെ ഇയാൾ ദിവസം അയാളും ഡോക്ടറും വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഹോമോസെക്ഷലിൻ്റെ ഒരു സാധ്യതയുണ്ടോ എന്ന് ഒന്നും കൂടെ പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ബോഡീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ബാഗിൽ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. ഷർട്ട് അതൊരോ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മൈന്യൂട്ട് ഒരു പഴയ ഷർട്ട്. അപ്പോൾ ആ പഴയ ഷർട്ട് അവൻ അതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോയെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് അതവിടെ ചുരുട്ടിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സംഭവ സ്ഥലത്ത് തന്നെ. അപ്പോൾ ആ ഷർട്ടിന് നോക്കുമ്പോൾ ഒന്നുമില്ല, പഴയ ഷർട്ടാണ്. അതാണ് ഈ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും തെളിവ് ഒരു സ്ഥലത്ത് അവശേഷിച്ചിട്ടേ പോകാൻ പറ്റൂ. ആ ഷർട്ട് വളരെ നിർണായകമാണെന്ന് വന്നത് അങ്ങനെയാണ്. ആ ഷർട്ടിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഈ ഷർട്ട് എല്ലായിടത്തും ബിഗ് ഷോ നടത്താൻ തുടങ്ങി. ആ നാട്ടിലെല്ലായിടത്തും ആർക്കെങ്കിലും ഈ ഷർട്ടിനെ കുറിച്ച് വല്ല എഴുതാൻ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ ഈ ഷർട്ട് അവിടെ ഒരു കമ്പനി കുത്തി ഇട വെക്കും. എന്നിട്ട് ഇനി എഴുതുമ്പോൾ തന്നെ എല്ലാവരോടും പോയി ഷർട്ട് നോക്കാൻ പറയും. ഈ മരണപ്പെട്ടയാളുടെ അല്ല, നമുക്കത് അറിയില്ല, ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ അന്വേഷണത്തിൽ പോകുമ്പോൾ മൊഴിയെടുക്കുമ്പോൾ ഇത് ഷർട്ട് ഇങ്ങനെ ഒരു തൂണിൽ അവിടെ കുത്തിയിടും. അതെപ്പോഴും കയ്യില്ല. എന്നിട്ട് എല്ലാം എഴുതും പറയും, ആളോട് പറയും ഈ ഷർട്ടൊന്നും എല്ലാവരും പോയി നോക്കണേ. അങ്ങനെ എല്ലാവരും ഷർട്ട് പോകും. ഞാൻ പറഞ്ഞു മേടിക്കാനൊന്നുമില്ല, ഞാൻ തന്നെ അതിങ്ങനെ എല്ലാവർക്കും മുഖത്തെല്ലാം തോർത്തൊക്കെ ചെയ്യും. എന്താ അങ്ങനെ ഒരു അപരിചിതം വേണ്ട, അത് ഇനി ഒരാൾ മരിച്ചതെന്ന് നോക്കണ്ട ക്ലാസ്. അങ്ങനെ എല്ലാവരും കൂടി വളരെ നോക്കി. അപ്പോൾ ഒരടയാളവും ഇല്ല. അന്ന് സയൻസ് നമ്മൾ അത്ര പുരോഗമിച്ച കാലമല്ലല്ലോ. 2006 അങ്ങനെ സാധാ ഫിംഗർ പ്രിൻ്റൊക്കെ ഉള്ളൂ. ഇപ്പോഴതുപോലെ സയൻറ്റിഫിക് ഇലക്ട്രോണിക്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവരെല്ലാം വന്ന് പറഞ്ഞു ഒന്നും അടയാളമില്ലെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മളിൽ നല്ല ഇൻവെസ്റ്റിഗേഷനിൽ നല്ല സ്ക്വാഡുണ്ട്. ബിജു ഉണ്ട്, ഒരു ഹേമനുണ്ട്, ഒരു വിനോദുണ്ട്, ഒരു അജയനുണ്ട്, ഒരു വത്സനുണ്ട്. ഇവരൊക്കെ അതിസമർത്ഥന്മാരാണ്. അങ്ങനെ ഇവർ ദിവസം ഒരു ദിവസം പോലീസുകാരനെ ഏതോ ഒന്ന് ഈ കൈയിൻ്റെ അടിയിലും വരച്ച് നോക്കി, എന്തോ ലെൻസെല്ലാം വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പല ദിക്കുന്നും പല അഭിപ്രായം വരുന്നുണ്ട്. സാർ ഇത് ഇങ്ങനെ ആയിക്കൂടെ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു നാട്ടിലപ്പോൾ പറയും, ആടെ 1-2 ടൈലറിങ് കടേൻ്റെ പേര് പറയും, ഇത് ഇങ്ങനെ അങ്ങനെയാണോ ഇങ്ങനെ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നോക്കും, അപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പോലീസിൽ തന്നെ ഒരാൾ പറഞ്ഞു, സാർ ഇതിന് നമുക്ക് സാറ് എനിക്ക് ഇവിടെ ഒരു എഫ് എന്നൊരു നിഴൽ പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ലെൻസെല്ലാം വെച്ച് നോക്കുക, അത്ര ആരും കണ്ടുപിടിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു. അയാൾ ഒരു ഊഹം പറഞ്ഞു,
എഫിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഈ പറഞ്ഞ മരിച്ചവൻ്റെ നാടും എല്ലാം അവിടെ പോയി വീണ്ടും പറഞ്ഞു ഇങ്ങനെ എഫ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ലെറ്റർ ഉണ്ടോ എന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ ഏതോ ഒരുത്തൻ പറഞ്ഞു, സാർ എഫ് എന്നാണെങ്കിൽ ഫ്രണ്ട്സ് എന്നായിക്കൂടെ എന്ന് ചോദിച്ചു. ആവാം, ഫ്രണ്ട്സ് എന്നൊരു ടൈലറിങ് കട കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഭാഗത്ത്. അത് ഞങ്ങൾ ഭയങ്കര ബ്രേക്കല്ലേ കിട്ടിയത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പോയി നോക്കുമ്പോഴേക്ക് ശരിയാണ്, ഫ്രണ്ട്സ് എന്നുള്ള കടയുണ്ട്, ഈ ഷർട്ടിൻ്റെ ഒരു ഫ്രണ്ട്സ്. അവിടെയുള്ള അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ടൈലറാണ്, പക്ഷെ അവൻ ഈ കേസിന് വേണ്ടി ജനിച്ച പോലെ പോയി. അവൻ പാവപ്പെട്ടവനാണെങ്കിലും ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തത് പക്കയാണ്, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പേര് നല്ല കസ്റ്റമർ ഒന്നും അങ്ങനെയൊന്നും വേണ്ടാത്ത ടൈല് നാട്ടത്തിൽ കുഗ്രാമത്തിലാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അയാൾ ആ ലെഡ്ജർ മെയിൻറ്റെയിനിങ് ഞെട്ടിപ്പോയി. സാധാരണ ഓഫീസിനെക്കാട്ടും ഭംഗിയായിട്ട് അയാൾ. അപ്പോൾ അയാളടുത്ത് കൊടുത്ത് പറഞ്ഞു, ഷർട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് നോക്കുന്നു. അവനത് നോക്കി കുറേ 2-3 ദിവസം കുറേ ഉണ്ടായത് പഴയതാണ്. അത് നോക്കിയിട്ട് പറഞ്ഞു, സാർ ഇത് ഇന്നാളുടെ ഷർട്ടാണ്. ഉറപ്പാണ് ഇത് സഞ്ജു എന്ന് പറഞ്ഞ ആളുടെ ഷർട്ടാണ്. മരിച്ചവൻ്റെ പേര് വിഭീഷ് എന്നാണ്, പക്ഷേ അല്ല സഞ്ജു എന്നാണ്. അപ്പോൾ ഭയങ്കര ബ്രേക്കായി. ഞങ്ങൾ അന്വേഷിച്ച് തിരിച്ച് മല്ല വരുമ്പോൾ ഈ മരണപ്പെട്ടവൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്ത് ഇങ്ങനെ ഒരാളുണ്ട്. ഞങ്ങൾ മനസ്സിൽ വെച്ചു ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എവിടെയും സിനിമക്കൊക്കെ ഒന്നിച്ച് പോവും, അല്ലെങ്കിൽ കളിക്കാനോടെ പോവും, എല്ലാം ഒന്നിച്ചായിരുന്നു. പക്ഷേ ഇവൻ ഈ അച്ഛൻ മരിച്ച വകയിൽ ഡൈ ഹാർനസിൽ കളക്ടറേറ്റ് ജോലി കിട്ടി, സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഈ സമയത്ത് അവന് ഒരു സ്ഥലത്ത് കോഴിക്കോട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാണ്, ഷർട്ട് അവൻ്റെ നീളമെല്ലാം വെച്ച് നോക്കുമ്പോൾ സാർ ഇത് കുറച്ച് നീളമുള്ള ഒരാളതാണ്, ഇത്ര ഹൈറ്റ് വരും തരും. സംഗതി എല്ലാം മാച്ചാണ്. ഞങ്ങളുടെ മനസ്സിൽ കൃത്യം നോക്കുമ്പോൾ നല്ല ഹൈറ്റുള്ള ഒരുത്തനാണ്. അപ്പോൾ ഞങ്ങൾ ഇവൻ ഈ സ്ഥലത്തില്ല, ഈ പറഞ്ഞ ആൾ ഈ സ്ഥലത്തില്ല, കോഴിക്കോട് ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ് കൊണ്ട് ഞങ്ങളത് നല്ല ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവൻ കളക്ടറേറ്റിൽ വന്ന് തിരിച്ച് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ ആദ്യത്തെ അച്ഛനും അമ്മയും മകളും അതുതന്നെയാണ് ജനങ്ങൾ വിശ്വസിച്ച് പോവാണ്. അപ്പോൾ നമ്മളിത് തന്നെ പറഞ്ഞു, ഇത് നമുക്ക് ബ്രേക്ക് ഒരുവിധം ഇത് നമ്മളെ കയ്യിലേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ കളക്ടറേറ്റിൽ ഞങ്ങൾ ഒരു ആരും അറിയാതെ ഒരു ഒമിനി മേലെടുത്ത് കൊണ്ടുപോയിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ നമുക്ക് ഒന്നും തെളിവുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവനെ ആരും അറിയാതെ എടുത്ത് കൊണ്ടുവന്നേ പറ്റൂ കളക്ടറേറ്റ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഒമിനി വാനുമായിട്ട് നമ്മളെ വലിച്ചും അങ്ങനെ പോയിരിക്കും. ഇപ്പം ഒരു ദിവസം ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കാൻ പോകും, നമ്മൾ കണ്ടു. അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കാൻ പോകും, നല്ല അടുത്ത് വണ്ടി കൊണ്ടുവച്ചിട്ട് നമ്മൾ പറഞ്ഞു കയറിക്കോന്ന് പറഞ്ഞു. എന്താണെന്ന് ചെയ്യാൻ ഞാൻ പിടിച്ചാൽ കയറ്റി. അപ്പോൾ അവിടെ ഭയങ്കര ഇഷ്യൂ ആയി. ഇങ്ങനെ കളക്ടറേറ്റിൽ നിന്ന് ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയി. കളക്ടർ ഇടപെട്ടു, കളക്ടർ SP ഇടപെട്ടു. ആർക്കും എന്നെ ഐഡിയ കിട്ടുന്നില്ല, ആരാ വന്നതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പോലീസുകാർ അതൊന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആയി. അപ്പോൾ എല്ലാ സ്റ്റേഷനിലും വിവരം കൊടുത്തു, ഇങ്ങനെ ഒരാളെ കളക്ടറേറ്റിന് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വിവരം കിട്ടില്ല. ഞാൻ വല്ല സ്വകാര്യമായിട്ട് SP വിളിച്ച് പറഞ്ഞു, സാർ ഇതാരും അറിയരുത്, നമുക്ക് തെളിവുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കേസാണ്, ആ സാക്ഷികളൊന്നുമില്ല, അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അങ്ങനെ അവനെ സുരക്ഷിതമായിട്ട് ഒരു രഹസ്യ സങ്കേതത്തിൽ നമ്മൾ വെച്ചു, മൊഴിയെടുക്കണം. ഒരു തരത്തിലും അവൻ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ആണ്. പക്ഷെ നമ്മളിതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഷർട്ട് ഇതെല്ലാം വെച്ച് ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെല്ലാം വളരെ വൃത്തിയിൽ പറഞ്ഞ പോലെ നല്ല രീതിയിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തും ചായ വാങ്ങിച്ചു കൊടുത്തും. അതുപോലെ ഇൻട്രോഗേഷൻ ഭയങ്കര ആർട്ടാട്ടോ. ഈ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർട്ടാണ്. ദിവസങ്ങളോളം ഒരു മുമ്പിൽ ഇരുന്നിട്ട് ഭക്ഷണം കൊടുത്ത് അതിൽ എഴുതിയെടുത്ത്. അല്ല, ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വലിയൊരു ആർട്ടാണ്. അതിപ്പോൾ കേരള പോലീസ് നിന്ന് പോയി എന്നാണ് എനിക്ക് തോന്നി. സയൻസ് വന്നതോടുകൂടി ഇൻട്രോഗേഷൻ ഇല്ല, മുഖം നോക്കി സംസാരിച്ച് ഇവൻ അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം കൂടി അവസാനം സമ്മതിച്ചു. അപ്പോൾ സമ്മതിച്ച് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? പിന്നെ ആയുധങ്ങൾ കണ്ടെത്തണം, ഇവനെ എന്തിനാണ് ചെയ്തതെന്ന് നോക്കണം, എന്ത് കാരണത്താലാണെന്ന് പിന്നെ അതെല്ലാം നമുക്ക് നോക്കണമല്ലോ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ശരിക്ക് ഇതൊത്തു വന്നു. ഇവനുമായിട്ട് ഭാര്യാഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു എന്നാണ് ഇവൻ്റെ സംസാരത്തിന് മനസ്സിലായത്. ശരിക്കും വൈകാരികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അടുത്ത ബന്ധമാണ്.
അപ്പോൾ ഇവനിപ്പോൾ ദിവസം കളക്ട്രേറ്റിൽ പോകും, അപ്പോൾ ദിവസം കാണാൻ പറ്റില്ല, അവൻ ട്രെയിനിങ് പോയി. അതിൻ്റെ ഇടയിൽ ഇവൻ വേറെ ആരുമായിട്ട് ഒരു ബന്ധമുണ്ടോ എന്നൊരു സംശയം ഇവൻ്റെ മനസ്സിൽ വന്നു. ഏതും സ്ത്രീകളുമായിട്ട്? അത് സ്ത്രീകളല്ല, ഇവന് ഹോമോസെക്ഷൽ താല്പര്യമുള്ളതാണെന്ന് പറഞ്ഞല്ലേ ഞാൻ. അപ്പോൾ അതുപോലെ വേറെ ഏതെങ്കിലും എന്നെ വിട്ട് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു സംശയം ഇവൻ്റെ മനസ്സിലേക്ക്. എന്താ പറഞ്ഞാൽ ഇവൻ ദിവസം ജോലി ചെയ്യുന്ന ആൾക്ക് ഇവന് കളക്ട്രേറ്റ് ജീവനക്കാരനാണ്. ഇവന് അത് എന്താ പറഞ്ഞാൽ ഇവന് ദിവസം ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഇവനൊക്കെ ജോലിയിലായിട്ട്. അപ്പോൾ ഇവനെ കാണാറില്ല വൈകുന്നേരം പോകുമ്പോൾ. അപ്പോൾ ഇവന് സംശയം മനസ്സിലേക്ക് കയറി. അങ്ങനെ ഇവനോട് അവനെ തുറന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇല്ല, അങ്ങനെ ഇങ്ങനെ. ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരുത്തനാണ്. വളരെ അത്രയും ബന്ധങ്ങളാണ്. ശമ്പളം കിട്ടിയാൽ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവനാണ്. അങ്ങനെ തീരുമാനിച്ചു ഇവൻ വേറെ ആരോ ആയിട്ട് നല്ല ബന്ധമുണ്ട്. ഇവനതിൽ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ അത് ഡോക്ടർ പറഞ്ഞ കേട്ടോ, ഇങ്ങനെയുള്ള ഈ പെർവേഷനിൽ തീവ്രത വളരെ കൂടും. നമ്മളെ ഒരു സാധാരണ ലൈംഗിക ബന്ധം പോലെയല്ല, ഈ പെർവേഷനുള്ളവർക്ക് ഈ തീവ്രത കൂടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ തീവ്രത ഇവനെ നന്നായിട്ട് സ്വാധീനിച്ചു. ഇനി അവനെ വിടില്ല എന്നായി. അങ്ങനെ ഇവനെന്ത് ചെയ്തു? അതാണ് അതിൻ്റെ അടുത്ത രസം. ഇവൻ ആയുധം ഉണ്ടാക്കാൻ പോയി. ആയുധം ഉണ്ടാക്കാൻ പോയത് പിണറായിയുള്ള ഒരു സ്ഥലത്ത് ഒരു കൊല്ലനാണ്, ഒരു നാടൻ കൊല്ലനാണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര കയ്യൊപ്പാണ്. അവനും ഇതിൻ്റെ എക്സ്പേർട്ടാണെന്ന് മാത്രമല്ല ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്. നാടൻ കൊല്ലനാണ്. നാടൻ കൊല്ലം എന്ന് പറഞ്ഞിട്ടില്ല, ഇവനുണ്ടാക്കി കൊടുക്കുന്ന ഏത് കത്തിക്ക് ഇവൻ സീൽ വെക്കും, തൻ്റെ സീല്. അവൻ പറഞ്ഞു, സാർ പിന്നെ നമ്മളെ തെളിവ് ശേഖരിക്കേണ്ട സമയത്ത് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതിങ്ങനെ വന്ന് കയ്യിൽ കിടന്നു, അത് ഭാഗം പരിശോധിക്കാൻ പോയി. ആ ഭാഗം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലായത്, ഇവൻ ഒരു 6 മാസം മുമ്പ് വന്നിരുന്നല്ലോ സാറേ ഒരു കത്തി ഉണ്ടാക്കാൻ. നിങ്ങളൊന്നും പേടിക്കേണ്ട സാർ, എൻ്റെ കത്തിക്ക് എൻ്റെ സീലുണ്ടാവും, അതില്ലാതെ ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ലെന്നോ. നോക്കുമ്പോഴേക്ക് അങ്ങനെ ഇവൻ പറഞ്ഞ ആയുധം ഞാൻ കണ്ടെടുക്കുന്നത് ഈ പറഞ്ഞ ഈ സംഭവം നടന്ന വിജനമായ പ്രദേശത്തെ കുറേ ഇപ്പുറത്തൊരു കല്ലിൻ്റെ ഒരു കെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നു കത്തി. ഇവൻ പറഞ്ഞത് കണക്കിന്. അപ്പോൾ അവനെ അങ്ങനെ അറസ്റ്റ് ചെയ്തു. ഈ കേസിലേക്ക് പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു. ഈ ആയുധം കണ്ടെത്താൻ വേണ്ടി അപ്പോൾ അവൻ കാണിച്ചു തന്ന ആയുധം എടുത്ത് നോക്കി. ഈ ആയുധം കൊണ്ട് ഈ കൊല്ലൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ ഈ സീലുണ്ട്, കൃത്യമായ സീലാണ്. അപ്പോൾ ഇവൻ തന്നെയാണെന്ന് നല്ലൊരു സാക്ഷിയായത് അങ്ങനെ വന്നു. കൃത്യമായ സയൻസും ഒത്തു, ഇയാളുടെ മൊഴിയും കൃത്യമാണ്. അതുപോലെ ഈ ടൈലർ ഞാൻ പറഞ്ഞല്ലോ, ആ ലെഡ്ജർ മുഴുവൻ തപ്പിയെടുത്തു, ഇത് ഇന്നാളെന്ന് പറഞ്ഞു, അത് ആ ലെഡ്ജറിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് സയൻസ്. പിന്നെല്ലാം അവനെ ആരും കണ്ടിട്ടൊന്നുമില്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളാണ് കൃത്യമാണ്. സയൻസിൻ്റെ ഒരു ഈ സാഹചര്യ തെളിവും സയൻറ്റിഫിക് തെളിവുകളും അങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടും എന്താ പറയുക ഭയങ്കര ഒരു ബ്രേക്കായിപ്പോയി. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൊക്കാർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പോലീസ്. എന്തെങ്കിലും ഒരു പ്രവർത്തനം നടന്നാൽ ഒരു പ്രതിപ്രവർത്തനത്തിൽ ഒരു അടയാളം അവിടെ ബാക്കി ഉണ്ടാവും. അതാണ് ലൊക്കാർട്ട്സ് പ്രിൻസിപ്പിൾ, ഒരു സ്ഥലത്ത് ബാക്കി. അതുപോലെ ഈ രണ്ടിലും ആ പാവങ്ങൾ ഈ കേസിന് നന്നായിട്ട് സഹായിച്ചു സയൻറ്റിഫിക്കായിട്ട്. കാരണം അവർ കണ്ടിട്ടൊന്നുമില്ല. ഈ ഷർട്ടാണ് എൻ്റെ ലെഡ്ജറിലുള്ളത്, ഈ ഷർട്ടാണ് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയത്, അത് ഇവൻ്റെ ഷർട്ടാണ്. കൊല്ലൻ കൊടുത്ത കത്തി ഇതാണ്, അതിൽ എൻ്റെ സീലുണ്ട്, കൊല്ലൻ്റെ സീലുണ്ട്, അതിൽ പ്രത്യേക ഒരു സീലുണ്ട്, ആ സീൽ. അപ്പോൾ ആ രണ്ട് സംഭവം വന്നതോടുകൂടി കേസ് സയൻറ്റിഫിക് ബലം കയറി നന്നായിട്ട് സ്ട്രോങ് ആയി. പിന്നെ അതിനെക്കാട്ടും രസകരമായ കാര്യം, മരിച്ചവൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ ആടെ കുറേ കത്തുകൾ തന്നെ ഉണ്ടായിരുന്നു, കത്തുകൾ. അതുപോലെ ഇവൻ്റെ ഈ പ്രതിൻ്റെ വീട് പരിശോധിച്ച് നോക്കുമ്പോഴും അവിടെയും ഇവനെ വേറൊരു വിധത്തിൽ കത്തുകളുണ്ടായിരുന്നു. അവിടെ ഒരു ഈ കത്തിൽ എന്താ കണ്ടെന്ന് വെച്ചാൽ, ഇവൻ്റെ വീട്ടിലെ അത് തപാലിൽ വന്നതാണ്, നീ നിന്നെ തട്ടിക്കളയും, നീ ഇങ്ങനെ പല ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഇനി അധികം ആയുസില്ല എന്നെല്ലാം പറഞ്ഞൊരു കത്ത് ഈ മരണപ്പെട്ട ആളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കത്ത് അതിൽ നിന്നിട്ട് പേരൊന്നുമില്ല. ആ കത്ത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഈ പ്രതി പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് എഴുതിച്ചതാണ്. പേര് വെക്കാതെ കത്ത് എഴുതിച്ചു. അതാണ് പറഞ്ഞത്, ഇതിൽ ഇങ്ങനെയൊരു 3-4 ബ്രേക്ക് സയൻറ്റിഫിക്കായിട്ട് വന്നതാണ്. അപ്പോൾ ഈ കത്ത് എഴുതിച്ചു, അവനെ കൊണ്ട് എഴുതിച്ച് തപാൽ അയച്ചതാണ്. ഇവൻ അയച്ചു. അതായിരിക്കൊന്നും അവൻ പറഞ്ഞില്ല, പേരും പറഞ്ഞില്ല.
പക്ഷേ മാറ്ററെല്ലാം നിന്നെ തട്ടിക്കളി അങ്ങനെ നിന്നെ ഇനി അധികകാലമില്ല. ഈ വികാരം മുഴുവനും കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ അതിതീവ്രത. അതുകൊണ്ട് നീ ഇങ്ങനെ വേറെ ആരും ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് അയച്ചു. അപ്പോൾ ഈ കത്ത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവൻ പറഞ്ഞ് ഇന്നാളെ എഴുതിയെന്ന്. പോയി അവനെ കണ്ടു. അവന് സമ്മതിച്ചു, സാർ ഞാൻ ഇവൻ പറഞ്ഞ് എഴുതിയ കത്താണ്, ഇവൻ പറഞ്ഞ പോലെ എഴുതി. എനക്കിത് ആരാന്നും അറിയില്ല എന്നും അറിയില്ല, ഇതാരാന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞില്ല, പിന്നെ ഞാൻ എഴുതി കൊടുത്തു, അത് ഞാൻ തന്നെ എഴുതിയത്. അപ്പോൾ അവനും സമ്മതിച്ചു ഈ ഞാൻ എഴുതി കൊടുത്ത കത്താണിത്. അപ്പോൾ അത് നല്ലൊരു പീസ് ഓഫ് എവിഡൻസ് ആയിട്ട് സയൻറ്റിഫിക്കായിട്ട് വന്നു. അങ്ങനെ ഓരോരു പീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കത്തീൻ്റെത് വന്നു, ഈ ഷർട്ടിൻ്റെ വന്നു, ഈ കത്ത് എഴുതിയതും വന്നു. അപ്പോൾ ഈ അതോടുകൂടി മറ്റവരെ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കി, സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കി, അച്ഛനും അമ്മയും. അപ്പോൾ ഈ കയറെങ്ങനെ വന്നു വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല ഈ ചൂടിക്കയറിൻ്റെ നമ്മൾ ഈ ചകിരിക്കയറിൻ്റെ സിമെൻറ്റ് പാൻ അത് ഇവൻ്റെ വീട്ടിൽ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ആഴ കെട്ടുന്നൊരു കയറ് കണ്ടു. അപ്പോൾ കയറിൻ്റെ ഒരു ഭാഗം ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൻ്റെ ബാക്കിയുള്ള കയറ് കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ആ കയറവും മുറിച്ചിട്ടാണ് പോയത്. അതിന് ആ വീട്ടിൽ സിമെൻറ്റിൻ്റെ പണി എടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലെ തേപ്പൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ പാടി ഈ കയറിന് പണി. അപ്പോൾ ആ ഭാഗം മുറിഞ്ഞ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അത് നല്ലൊരു എവിഡൻസായി. ഈ കയറിൻ്റെ ഭാഗമാണ് അത് അവിടെ കിട്ടിയത്. അപ്പോൾ അത് ഫോറൻസിക്കിലേക്കും അയച്ചു, അതാണെന്ന് തെളിഞ്ഞു, ആ കയറിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ഒരുപാട് ഒഴിക്കൊണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം കണ്ടിട്ട് ഐ വിറ്റ്നസ് ആരുമില്ല. അങ്ങനെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു നമുക്ക് അവരിടക്കിടക്ക് പോകാറുണ്ട് കാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. എടോ ഈ സഞ്ജു ബിബിഷോട് പറഞ്ഞു നമുക്ക് ഇന്ന് ആടെ ആഘോഷിക്കാം, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അതിനു മുമ്പ് ഈ കത്തി ഈ ഷർട്ട് എല്ലാം ഒരു ബാഗിലാക്കി. ഓനത് അറിയുന്നില്ല. അവൻ പാവം, ഇവൻ നല്ല ആത്മബന്ധമാണ്, വളരെ വൈകാരികമായ ബന്ധമാണ്, ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഓനത് വളരെ പെട്ടെന്ന് നമുക്കിന്ന് അവിടെ പോയി നമുക്ക് അങ്ങനെ പെരുന്താറ്റിൽ എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ മുകളിലൊരു ഇടവഴിയുണ്ട്. നേരത്തെ തയ്യാറാക്കിയ ബാഗിലും ഇതായിട്ട് ആടുന്ന് കുറച്ച് മിച്ചറും ഇതൊക്കെ പെപ്സിയൊക്കെ വാങ്ങി അവിടെ പോയിരുന്നു. അവിടെ നിന്നാലും കുടിച്ച് പറഞ്ഞു അവിടെ നിന്ന് ഇന്ന് നമുക്കൊരു പ്രത്യേക തരത്തിൽ ബന്ധപ്പെടാം, അതിന് നല്ല രസമായിരിക്കും എന്ന് ഇവൻ തന്നെ ഒരു ഉണ്ടാക്കണം. അവനനുസരിക്കും എന്നുള്ളത് മനസ്സിലായല്ലോ. തീൻ്റെ തീവ്രത ഞാൻ പറഞ്ഞല്ലോ, ഈ പെർവേഷനല്ലേ. അപ്പോൾ നീ കണ്ണ് കെട്ടണം. അവനപ്പം തയ്യാറാ. എന്താ പറഞ്ഞാൽ ഇവൻ്റെ ഭാര്യനെ പോലെ ജീവിക്കുന്ന ഒരാളല്ലേ. നീ കുഴിയിൽ ഇറങ്ങി നിൽക്കണം, വെള്ളക്കുഴി. ആ കുഴിയിൽ ഞാൻ കൈ മുമ്പിൽ കെട്ടും, എന്നിട്ട് കണ്ണും കെട്ടും. എന്നിട്ട് ഈ പാൻറ്റ് ഇതാക്കിയിട്ട് അവൻ ഈ പറഞ്ഞ പോലെ ഹോമോസെക്ഷലിൻ്റെ ഇത് ചെയ്തു. ആ ചെയ്യുന്നതിൽ ഇവൻ കണ്ണൊന്നും കാണാതില്ല ഇതിൽ. അപ്പോൾ മുകളിൽ കത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് കഴുത്തിൻ്റെ വെട്ടാണ്. അതാണ് ഈ രക്തം ഇത്രയും ചീറ്റാൻ കാരണം ഈ ചെരുവ അങ്ങോട്ട് തോടല്ലേ. അപ്പോൾ ഈ കണ്ണ് കാണുന്നില്ല ഇവൻ അവൻ്റെ പാവം അടുത്ത ആത്മാർത്ഥ മിത്രമല്ലേ, ഈ പറഞ്ഞ പോലെ ഈ ഹോമോസെക്ഷലായിട്ടുള്ള ബന്ധമല്ലല്ലേ. അങ്ങനെ അവൻ കണ്ണ് കെട്ടാൻ നിന്ന് കൊടുത്തു, കൈ കെട്ടാൻ നിന്ന് കൊടുത്തു. പിന്നെ അവനെന്താണെന്ന് സംഭവിക്കുന്നു അവനൊന്ന് ഇവനാണെങ്കിൽ ബാഗിൽ കത്തി നല്ല മൂർച്ചയുള്ള തേങ്ങ വെട്ടുന്ന കത്തിയാണ്, മുകളിൽ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അത് എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കഴുത്ത് വെട്ടി. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവൻ അവിടെ നേരെ കോഴിക്കോട് ട്രെയിനിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവൻ അവിടെ നിന്ന് തന്നെ ട്രെയിനിങ് സ്ഥലത്തേക്ക് പോയി ഈ ഷർട്ടാണ് ഇട്ടു. അതാണ് പറഞ്ഞത്, അതൊരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാ ഷർട്ടാണ്, ഒന്നീ കത്തിയാണ്, ഒന്ന് മറ്റേ കത്താണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങളവിടെ ബാക്കിയായി. അങ്ങനെ കോഴിക്കോട് ഇവൻ ഉപേക്ഷിച്ച ഷൂ, പിന്നെ ഇവൻ്റെ ഷർട്ടുകളുടെ രക്തം, ഇതൊക്കെ നമ്മൾ പിന്നീട് കണ്ടെത്തി. അതെല്ലാം പരിശോധന അയച്ചു. അപ്പോൾ അവൻ്റെ ഷൂവിൽ രക്തമുണ്ട്. അപ്പോൾ കൺക്ലൂസീവായിട്ട് നമുക്ക് ആ കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വന്ന് ആ കേസ് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്ക് രാഷ്ട്രീയം വന്നു. ഞാൻ പറഞ്ഞല്ലോ അവിടെ ആ വീട് അതാണ് ആ കുട്ടിയെ ഭാഗം അവർ ആത്മഹത്യ ചെയ്തത് നമ്മുടെ ഭാഗ്യമാട്ടോ. എന്താ പറഞ്ഞാൽ അത്രയും. പക്ഷേ നമ്മളെ പെരുമാറ്റം കൊണ്ടാണ് നമ്മൾ ശേഷം നല്ല ഒരു വീട് പോലെ കൊണ്ടു നടന്നു. പിന്നെ നാട്ടുകാർ മുഴുവൻ ഉറപ്പിച്ചു, മേലുദ്യോഗസ്ഥന്മാർ ഉറപ്പിച്ചു. അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദയനീയം. എല്ലാവരും ഉറപ്പിച്ചു. പിന്നെ നോക്കാനൊന്നുമില്ല. നായ പോയി ഈ എൻ്റെ മകളുമായിട്ട് പ്രണയമുണ്ട്, സിമെൻറ്റിൻ്റെ പാടുള്ള കയറ് കിട്ടി, ഇയാൾ സിമെൻറ്റ് പണിക്കാരനാണ്, എല്ലാം അങ്ങ് ഒത്തു വന്നുകൊണ്ട് അതങ്ങ് അതിനെ അയാളെ പ്രതിയാക്കിയാൽ പോലും ആരും അവിശ്വസിക്കില്ലായിരുന്നു.
പക്ഷേ നമ്മൾക്ക് അതാണ് പറഞ്ഞത്, നമ്മൾക്ക് എളുപ്പത്തിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്നും രാഷ്ട്രീയക്കാരും മറ്റേ മേലുദ്യോഗം വിളിക്കുമ്പോൾ നമ്മൾ പറയും അതൊന്നും പറ്റില്ല സാർ. ഇതുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി പിന്നെ കോളേജിൽ നിന്ന് കണ്ടുള്ള പരിചയമാണ്. പിന്നെ ഉത്സവ സ്ഥലത്തല്ല ഇവരിങ്ങനെ ഉത്സവം കാണുമ്പോൾ ഉള്ള പരിചയമാണ്. അപ്പോൾ പെൺകുട്ടിക്ക് ഇവന് ഇഷ്ടമാണ്, സത്യമാണ്. പക്ഷേ ഇവന് അത് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷെ പെൺകുട്ടിക്കായിരുന്നു ഇവനോട് ഇഷ്ടം കൂടുതൽ. പട്ടി അങ്ങോട്ട് പോയി എന്നുള്ളത് പട്ടി അങ്ങ് മണപ്പിച്ച് അങ്ങോട്ട് പോയി എന്നല്ലാതെ അതിനൊരു ശാസ്ത്രീയത ഉണ്ടായിട്ടില്ല. അത് പിന്നെ ചെരുവിന്ന് അങ്ങോട്ട് ഇറങ്ങി ആ വഴിയിലൂടെ പോയി, പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചു പോന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ വീട്ടിന് മുറ്റത്തായിപ്പോയി. കണ്ടെത്തിയ സാധനങ്ങളുമായിട്ട് ഈ പറഞ്ഞുകൊണ്ട് ഇവന് പെൺകുട്ടി അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതെല്ലാം ഈ ലെറ്റർ മാത്രം നമ്മൾ മനസ്സിലായി, എല്ലായി. ആ പെൺകുട്ടി സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. പക്ഷേ അവർ ഒരു തരത്തിലും വളരെ നിരവധി, പക്ഷെ നമ്മളെ പെരുമാറ്റത് കൊണ്ട് അല്ലെങ്കിൽ അവർ ആത്മഹത്യം ചെയ്ത് നമ്മൾ അപകടത്തിലായി. പക്ഷേ നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ സത്യസന്ധമായിട്ട് ആ കേസ് അപ്പോഴേ പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞു. അതാണ് അവിടെ എന്തിനും ഈ മരിച്ചവനും പിന്നെ മറ്റവനും രണ്ട് പൊളിറ്റിക്സാണ്. അപ്പോൾ പ്രശ്നം ആരോ പറഞ്ഞു ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒരു 5 ആളെന്നും വേണമെന്ന് പറഞ്ഞു. അത് ഇഷ്യൂ 5 ആളെ തപ്പി നടക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, ഒറ്റ ഒരാളാണ് എന്ന് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവ് കൃത്യമാണ്. പിന്നെ വേറെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് നോക്കി, അവസാനം അത് ഒറ്റ പ്രതിയാണെന്ന് അവരും കണ്ടെത്തി. പക്ഷേ അതോടുകൂടി വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടായി. 2 പാർട്ടികൾ തമ്മിൽ കുറേ ആളെ പ്രതിയാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റായിട്ട് വരും. പക്ഷേ ഞാൻ ആ ഒറ്റ കേസ് ഒറ്റ പ്രതിയേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച് നിന്നു. അന്വേഷണത്തിൽ തെളിവ് കൃത്യമാക്കിയിരുന്നു. ഞാൻ അറസ്റ്റ് ചെയ്ത് ആ കേസിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അതാണ് അങ്ങനെയുള്ള കുണ്ടൂർമലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പുറകെ കൊലപാതകം. ആരും സാക്ഷികളില്ലാത്ത കൊലപാതകം. ശരിക്ക് ആ ഡോക്ടറുടെ പറച്ചിലും ബാക്കിയുള്ളതെല്ലാം കൂടി വന്നപ്പോൾ പ്രതിയിലേക്ക് എത്തി. ശരി.